الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم عباد الله وإياي بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സത്യവിശ്വാസികളെ വിശ്വാസികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മുഴുവൻ സമയങ്ങളിലും തഖ്വയോടുകൂടി നിലകൊള്ളണമേ എന്ന് സ്വന്തത്തോടുന്നതുപോലെ ആദ്യമായി വസിയത്ത് ചെയ്യുകയും റഹ്മാനായ നാഥൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ ഫള് കൊണ്ട് വിശുദ്ധ റമദാൻ ശരീഫിന്റെ 4ാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മൾ. അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു വെള്ളിയാഴ്ച കൂടെ കിട്ടാം, അല്ലെങ്കിൽ ഇത് ഈ കൊല്ലത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാകാം. അള്ളാഹു ആലം. വെള്ളിയാഴ്ച എന്നത് തന്നെ പൊതുവെ ഈദുൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടെ പെരുന്നാള് എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ദുആ സ്വീകരിക്കുന്ന ദിവസമാണ്. അത് റമദാനിലാകുമ്പോൾ അതിന്റെ ശ്രേഷ്ഠത 10 മടങ്ങ് വർദ്ധിക്കുകയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ മഗ്ഫിറത്തിന്റെ ഏറ്റവും മഹത്തായ പുണ്യം നിറഞ്ഞ ദിവസമാണ് വെള്ളിയാഴ്ച. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സാധാരണ ഒരു ദിവസം പോലെ തള്ളി നീക്കാതെ കൂടുതൽ സമയം ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഓർമ്മ വരുമ്പോഴൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാറിന്റെ വാക്കുകൾ വർദ്ധിപ്പിക്കുക.
അതുപോലെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള സുബ്ഹാനല്ലാഹ് എന്ന വാചകം വർദ്ധിപ്പിക്കുക. അള്ളാഹുവിനെ മഹത്വപ്പെടുന്ന അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഈ ദിക്ർ മീസാൻ ഏറെ കനം തൂങ്ങുന്നതും അള്ളാഹുവിന് വളരെ പ്രിയപ്പെട്ടതുമായ ദിക്റാണ്. ആ ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ അശരണനായ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെ സമാധാനിപ്പിക്കാൻ, അവരുടെ മനസ്സിന്റെ ടെൻഷൻ ഒഴിവാക്കാൻ, അവർക്ക് ഞാനുണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ, ഞങ്ങളുണ്ട് എന്ന് പറയാൻ കഴിയുമെങ്കിൽ അത് നാം നിർവഹിക്കണം. ഒരു കാരക്കച്ചീള് നൽകിയിട്ടെങ്കിലും നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളണേ എന്ന്. അതാണ് ഉള്ളതെങ്കിൽ അത് മാത്രമുള്ളവർ അതെങ്കിലും കൊടുക്കുക. ഉള്ളതിനനുസരിച്ച് ഉള്ളവർ കൊടുക്കുക. അങ്ങനെ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടുമെല്ലാം ഇന്നിന്റെ നാളും ഇനി വരാൻ പോകുന്ന ഓരോ നാളുകളും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ, നമുക്ക് നഷ്ടമായ നാളുകളുടെ ആ നഷ്ടങ്ങൾ നികത്താൻ കഴിയുന്ന ഒരു രൂപത്തിൽ നാം അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതും, കഴിഞ്ഞതിനെ കുറിച്ച് നാം നിരാശപ്പെടാതെ ലഭിച്ചത് നന്നായി ഉപയോഗപ്പെടുത്തിയാൽ അള്ളാഹു ഏറെ കാരുണ്യവാനാണ്, വിശാല ഹൃദയനാണ്. അള്ളാഹു വിശാലമുള്ളവനാണ്. അതുപോലെ അള്ളാഹു അങ്ങേയറ്റത്തെ പൊറുക്കുന്നവനാണ്. ആ വിശ്വാസത്തോടുകൂടി, ആ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കും. ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് മുഅ്മിനീങ്ങൾ ഈ റമളാനിലേക്ക് പ്രവേശിച്ചത്. എന്താണ് പ്രതീക്ഷ? ദുനിയാവിന്റെ പ്രതീക്ഷയല്ല, മറിച്ച് ജീവിതത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ, ദിനങ്ങളിൽ ജീവിതത്തിന്റെ കേടും കെടുമ്പും നോക്കി അത് നന്നാക്കാൻ പലപ്പോഴും നമുക്ക് കഴിഞ്ഞിട്ടില്ല. അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരവസരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിർബന്ധമായ നമസ്കാരത്തിൽ പോലും, അതിന്റെ ജമാഅത്തിൽ പോലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടാകാം. അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ബാധ്യതകളിൽ നിർവഹിക്കുന്നതിൽ വീഴ്ചകൾ വന്നിട്ടുണ്ടാവാം. അതെല്ലാം റബ്ബിനോട് ഏറ്റുപറഞ്ഞ് കരഞ്ഞ് തൗബ ചെയ്യാനുള്ള അവസരമാണ് നമുക്കിനി മുമ്പിൽ. ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നത്, അത് മറന്നുകൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കി നമ്മളോട് പറഞ്ഞത് തഖ്വ ലഭിക്കും എന്നാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ വിശുദ്ധരായേക്കും എന്നാണ്. എങ്കിൽ നമ്മൾ വിശുദ്ധരായോ എന്ന് പരിശോധിക്കുക. ഒരു 2 കൊല്ലം ഗൾഫിൽ പോയി നിന്ന ഒരാള്, അല്ലെങ്കിൽ 10-20 വർഷം ഗൾഫിൽ നിന്ന ഒരാളോട് നിങ്ങൾ എന്താ ഇത്രയും കാലം ഗൾഫിൽ നിന്ന് ഉണ്ടാക്കിയെന്ന് ചോദിച്ചാൽ അയാൾക്ക് പറയാനുണ്ടാവും, എന്റെ മക്കളെ ഞാൻ കെട്ടിച്ചു, എന്റെ മക്കളെ പഠിപ്പിച്ചു, ഞാൻ വീട് വെച്ചു, ഞാൻ ആ സ്ഥലം വാങ്ങിച്ചു. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അടയാളങ്ങൾ അവർക്ക് പറയാനുണ്ടാവും, അല്ലെ? അങ്ങനെ ഏതൊരു പ്രവൃത്തി ചെയ്താലും അവർക്ക്, ഒരു കച്ചവടക്കാരനാവട്ടെ, കൂലിപ്പണിക്കാരനാവട്ടെ, അവന്റെ കഴിഞ്ഞ നാളുകളിൽ അവന്റെ അധ്വാനത്തിൽ നിന്ന് അവൻ ചെയ്ത കാര്യങ്ങൾ എടുത്ത് പറയാനുണ്ടാവും. എങ്കിൽ ഈ റമളാനിൽ 30 നാൾ കൊണ്ട് നാം ചെയ്ത ഈ വ്രതം, ചെയ്യാൻ പോകുന്ന വ്രതം, അതുകൊണ്ട് നമുക്ക് എന്താണ് അടയാളം? ഈ 23 ദിവസമായി ഇന്ന് 23ാമത്തെ നോമ്പിലാണ് നമ്മളുള്ളത്. ഈ 22 നോമ്പുകളെ കൊണ്ട് നമ്മുടെ തഖ്വ ഉണ്ടോ? അതെങ്ങനെ കണ്ടെത്താം? എന്താ അതിന്റെ അടയാളം? നമ്മുടെ ജീവിതത്തിലുണ്ടോ? അതിന്റെ അടയാളങ്ങള് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തഖ്വ ഹഹുന, തഖ്വ ഇവിടെയാണെന്ന് പറഞ്ഞ് ഹൃദയത്തിലേക്ക് അവിടുന്ന് 3 തവണ ചൂണ്ടിക്കൊണ്ട് പറയുകയുണ്ടായി. ശരീരത്തിന്റെ മധ്യം ഹൃദയം, ആ ഹൃദയത്തിൽ നിന്നാണ് മറ്റവയവങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യുന്നത് പോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കും എത്തേണ്ടതാണ് തഖ്വ. നമ്മുടെ കണ്ണുകളിൽ തഖ്വയുടെ ലക്ഷണം കാണണം. അതുപോലെ നമ്മുടെ കാതിലുണ്ടാകണം തഖ്വയുടെ ലക്ഷണം. നാം ഒറ്റയ്ക്കിരിക്കുമ്പോഴാവട്ടെ, കൂട്ടത്തിലാവട്ടെ, അള്ളാഹു ഇഷ്ടപ്പെടാത്തത് കാണാൻ നമുക്ക് വെറുപ്പുണ്ടെങ്കിൽ, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിന് അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ടെങ്കിൽ,
അത് നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ തഖ്വയുടെ ലക്ഷണമാണത്. അതല്ല അത് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ തഖ്വ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ, അത് മ്യൂസിക് ആവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ആളുകളെ ദുഷിക്കുന്ന കുറ്റം പറച്ചിലുകളോ ഗീബത്തുകളോ നമീമത്തുകളോ അല്ലെങ്കിൽ മോശമായ വാക്കുകളോ ആവട്ടെ, അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ചൊറിച്ചിൽ, ഒരു പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, ഒരു വെറുപ്പുണ്ടാകുന്നുണ്ടെങ്കിൽ, അത് ഇഷ്ടമാകുന്നില്ലെങ്കിൽ നമ്മുടെ കാതിന് തഖ്വയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ അള്ളാഹു ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുന്നില്ല എങ്കിൽ, അത് മടിക്കുന്നുണ്ടെങ്കിൽ, അത് മുതലാളിയുടെ ആജ്ഞ കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ പിതാവിന്റെയോ മാതാവിന്റെ ആജ്ഞ കൊണ്ടാണെങ്കിലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യം പ്രവർത്തിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല, അതിന് നമ്മുടെ മനസ്സ് എതിർക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൈകൾക്ക് തഖ്വയുണ്ട്. അതുപോലെ തന്നെ കാലുകൾക്കും ഹൃദയത്തിനും എല്ലാം തഖ്വയുണ്ട്. ഇതെല്ലാം കൂടുമ്പോഴാണ് ഒരു മനുഷ്യൻ മുത്തഖിയായി മാറുക. അതാണ് തഖ്വയുടെ ലക്ഷണം. റമദാനിന്റെ മുമ്പുള്ള എന്നിൽ നിന്ന് ഈ റമദാനിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എൻ്റെ ശരീരാവയവങ്ങൾക്ക്, എൻ്റെ മനസ്സിന്, എൻ്റെ ചിന്തകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്, വിശുദ്ധി വന്നിട്ടുണ്ട് എങ്കിൽ റമദാൻ നമ്മിൽ എഫക്റ്റ് ആയി എന്നുള്ളതാണ്. റമദാനിന് മുമ്പുള്ള എൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, എൻ്റെ കുടുംബ ബന്ധം, അതിലെല്ലാം റമദാൻ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, വിശാലത വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് മാറ്റമാണ്, തഖ്വയാണ്. ഈ റമദാൻ വന്നിട്ട് പോലും ഒന്നും ചെലവഴിക്കാത്ത ആളുകളുണ്ടെങ്കിൽ, അല്ലെ, 100-ന്റെയും 500-ന്റെയും എല്ലാം 1000 2000 പറയാനില്ല, നോട്ടുകളൊക്കെ പോക്കറ്റിലുണ്ടാകുമ്പോൾ സദഖയിലേക്ക് 10 രൂപയുടെ നോട്ടിലേക്ക് മാത്രമാണ് നമ്മുടെ കൈ പോകുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാണയത്തുട്ടുകളിലേക്കാണ് പോകുന്നെങ്കിലും, ഇല്ലാഞ്ഞിട്ടല്ല, ഉണ്ടായിട്ടും നമ്മുടെ മനസ്സ് വിശാലമാകുന്നില്ല എങ്കിൽ നോമ്പ് കൊണ്ട് യാതൊരു മാറ്റവും നമ്മൾ ഉണ്ടാവുന്നില്ല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ എന്റേതാണ്, ഇത് കൊടുത്താൽ പോയി എന്നതാണെങ്കിൽ, ഇല്ല, അള്ളാഹ് തന്നതാണ്, ഇനിയും തരുന്നവനാണ്, ഇത് കൊടുക്കാൻ അവനാണ് പറയുന്നത് എന്ന ചിന്തയിൽ നമുക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളോട്, കുടുംബ ബന്ധങ്ങളോട് പിണങ്ങി നിൽക്കുന്നവരോട് ഇണങ്ങാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, ഒന്ന് താഴ്ന്നു കൊടുക്കാൻ ഈ റമദാൻ നമുക്ക് ഉപകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും തഖ്വയുടെ ലക്ഷണമാണത്. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കേണ്ട അവസാന നാളുകളിലാണ് നമ്മളുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിധിയില്ലാത്ത, അളവില്ലാത്ത പ്രതിഫലമാണ് ഈ റമദാൻ നമുക്ക് നൽകുന്നത്. അല്ലാഹു പറയുന്നു, അഅദ്ദല്ലാഹു ലഹും മഗ്ഫിറതൻ അജ്റൻ അദീമാ. അല്ലാഹു അവർക്ക് അവൻ മഹത്തായ പ്രതിഫലം, പാപമോചനവും അള്ളാഹു കരുതി വച്ചിരിക്കുന്നു. ആ പ്രതിഫലത്തിന്റെ കാരണം എന്താണെന്ന് അറിയുമോ? അത് നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു അല്ലാഹു അക്ബർ ഉണ്ട്. പള്ളി മിനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന അല്ലാഹു അക്ബർ, നമസ്കാരത്തിൽ നമ്മൾ പറയുന്ന അല്ലാഹു അക്ബർ. ആ അല്ലാഹു അക്ബർ എന്ന് എന്താണെന്ന് സ്വന്തം നഫ്സിനെ ബോധ്യപ്പെടുത്തുന്നതാണ് റമദാൻ മാസം. തൗഹീദിന്റെ ഏറ്റവും ഉയർന്ന ഇബാദത്താണ് നോമ്പെന്ന് പറയുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും വലിയവനെന്ന് സ്വന്തം ജീവിതത്തിൽ, ഭക്ഷണത്തിൽ, ഭാര്യാഭർത്ത സംസർഗത്തിൽ, വികാര വിചാരങ്ങളിലെല്ലാം തന്നെ എന്റെ ഇഷ്ടത്തെക്കാൾ, താല്പര്യത്തെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, താല്പര്യമാണ് വലുത് എന്ന് ഒരു മാസക്കാലം ജീവിതത്തിൽ ജീവിച്ച് തെളിയിക്കുന്നതാണ് റമദാൻ മാസം. അതെ, അള്ളാഹ് പറയുന്നു ഭക്ഷണം കഴിക്കരുതെന്ന്. വേറെ ഒരു തടസ്സവും ഇല്ല തന്നെ. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ടാലും തടുക്കാനില്ല. പൊതുവഴിയിൽ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചാലും ഒരാളും എന്തേ എന്ന് ചോദിക്കാനില്ല. അങ്ങനെ സ്വതന്ത്രമായ ഈ സന്ദർഭത്തിൽ ആ വീടിനുള്ളിൽ ഇരിക്കുന്ന ഫ്രിഡ്ജിൽ നിന്ന് പോലും ആരും അറിയാതെ പോലും ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാൻ, ഒരു പഴമെടുത്ത് കഴിക്കാൻ നമ്മുടെ മനസ്സ് വിലക്കുമോ? നമ്മുടെ കൈകളെ തടയുന്നു. കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്, എന്നെ സൃഷ്ടിച്ച റബ്ബ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ സമയം വരെ നോമ്പെടുക്കണം, ഭക്ഷണം കഴിക്കരുത് എന്ന്.
നമ്മളെ വളരെ മോശമായി നമ്മോടിങ്ങോട്ട് സംസാരിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകളോട് തിരിച്ചു പറയാനുള്ള ആരോഗ്യമുണ്ട്, അധികാരമുണ്ട്, കഴിവുണ്ട്. എന്നിട്ടും ഇന്നീ സാഹിബുൻ, ഞാൻ നോമ്പുകാരനാണെന്ന് സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ച് ക്ഷമയോടുകൂടി തിരിച്ചു പോരാൻ, അതിൽ നിന്ന് മൗനം പാലിക്കാൻ കഴിയുന്ന, ഏത് പ്രകോപനം ഉണ്ടാക്കിയാലും അതിൽ പെടാതെ നിൽക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം നൽകുകയാണ്. ഇന്ന് ലോകത്തുണ്ടാകുന്ന, വിശേഷിച്ച് നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന മുഴുവൻ പ്രശ്നങ്ങൾക്കും കാരണം നമ്മുടെ നാവാണ്, നമ്മുടെ പ്രവർത്തനങ്ങളാണ്. അത് ആരെങ്കിലും എന്തെങ്കിലും എന്ന് പറയുമ്പോഴേക്കും, നമ്മെ ഇളക്കി വിടാൻ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇളകിക്കഴിഞ്ഞാൽ നമ്മൾ തീവ്രവാദികളാണ്, ക്ഷമയില്ലാത്തവരാണെന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ, അത് വീഡിയോ എടുത്തു വിടാൻ വേണ്ടി കാത്തിരിക്കുന്ന സമൂഹത്തിന്റെ മുമ്പിൽ അള്ളാഹു ശക്തമായൊരു ട്രെയിനിങ് തരികയാണ്. ഒരു മാസക്കാലം ആരെത്ര മോശമായി നിന്നെ പ്രകോപിപ്പിച്ചാലും, നിന്നെ ദേഷ്യപ്പെടുത്തിയാലും, ഇന്നീ സ്വാമിമുൻ, ഞാനൊരു നോമ്പുകാരനാണെന്ന് പറഞ്ഞ് വിവേകത്തോടെ ക്ഷമയോടെ നിലകൊള്ളാനുള്ള ഒരു വ്യക്തിത്വം നോമ്പ് നമുക്ക് പ്രദാനം ചെയ്യുകയാണ്. അതേപോലെ വിശന്ന് പറഞ്ഞിരിക്കുന്ന മനുഷ്യന് അള്ളാഹ് അനുവദിച്ചു പോലും തിന്നാതെ ഇരിക്കുമോ, കയ്യിൽ പൈസയുണ്ട്, വീട്ടിൽ ഭക്ഷണമുണ്ട്, എന്നിട്ടും അതിൽ നിന്ന് സ്വന്തം ശരീരത്തെ ആഗ്രഹത്തെ തടഞ്ഞു നിർത്തുമ്പോ അവൻ ജീവിതത്തിൽ പഠിക്കുകയാണ്. എത്ര പട്ടിണിയാണെങ്കിലും, എത്ര പ്രയാസമാണെങ്കിലും അള്ളാഹ് അരുത് എന്ന് പറഞ്ഞ് ഞാൻ ഭക്ഷിക്കുകയില്ല, എന്റെ മക്കളെ കൊണ്ട് ഞാൻ തീറ്റിപ്പിക്കുകയുമില്ല. അങ്ങനെ ആ ആസ്വാദന രംഗത്ത്, ഭക്ഷണ രംഗത്ത്, സമ്പാദ്യ രംഗത്ത് ഒരു തർബിയത്ത് അല്ലാഹു നൽകുകയാണ്. അതുപോലെ അള്ളാഹ് അനുവദിച്ച ഭാര്യ തൊട്ടടുത്തുണ്ടായിട്ട്, ഭർത്താവ് ഉണ്ടായിട്ട്, ആരോഗ്യമുണ്ട്, മനസ്സുണ്ട്, പക്ഷേ പടച്ചറപ്പ് പറഞ്ഞിട്ടുണ്ട് റമദാനിന്റെ പകലിൽ ഭാര്യാ സംസർഗം പാടില്ല എന്ന്. അങ്ങനെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസക്കാലം നമ്മളെ പഠിപ്പിക്കുമ്പോ, അങ്ങനെയുള്ള മുഅ്മിൻ, അങ്ങനെ യഥാർത്ഥമായി നോമ്പുള്ള സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ മുഅ്മിൻ പിന്നെ ഏതൊരു പ്രലോഭന ഘട്ടത്തിലും അവൻ വ്യഭിചാരത്തിലേക്ക് അവളോ പോകില്ല. കാരണം അവന്റെ റമദാനിന്റെ ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ അതുപോലെ തന്നെ റമദാനിൽ കോടിക്കണക്കിനല്ല ബില്യൺ കണക്കിന് രൂപയാണ് ഓരോ പ്രദേശത്തുമുള്ള മുസ്ലിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് സമൂഹത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ടവന്റെ മനസ്സ് സമാധാനിപ്പിക്കുന്നു, അവന് അന്നം നൽകുന്നു, അവനെ പ്രയാസങ്ങൾ നീക്കുന്നു. ഒരാളും നിർബന്ധിച്ചിട്ടല്ല, സ്വയം അങ്ങ് കൊടുക്കുകയാണ്. ഒരു മാസക്കാലം ഇവന്റെ ഈ സ്വഭാവം ജീവിതത്തിൽ, സമൂഹത്തിൽ പ്രയാസപ്പെടുന്ന ആളുകള് അവരെ പരീക്ഷയിലേക്ക് പോകാതെ, ചൂഷണത്തിലേക്ക് പോകാതെ, മറ്റു തട്ടിപ്പിലേക്കും മോഷണത്തിലേക്കും പോകാതെ അവരെ സംരക്ഷിക്കാൻ, അവർക്ക് വേണ്ടത് ചെയ്യാനുള്ള ഒരു മനസ്സ്, സമൂഹത്തിനോട് അലിവുള്ള, സ്നേഹമുള്ള, കാരുണ്യമുള്ള ഒരു മനസ്സ് ഈ റമദാൻ മാസം നമുക്ക് നൽകുകയാണ്. ഇങ്ങനെ നോക്കിയാൽ ഷഹ്റു തർബിയ, സംസ്കരണത്തിന്റെ, ശിക്ഷണത്തിന്റെ മാസമാണ് റമദാൻ. അങ്ങനെ ഒരു തർബിയത്ത് ഈ റമദാനിലെ ഈ 22 നോമ്പുകളെ കൊണ്ട് 23ന്റെ പകുതിയിലെത്തി നിൽക്കുമ്പോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതാണ് അല്ലാഹു അക്ബർ. വെറുതെ വായ കൊണ്ടുള്ള അക്ബറല്ല, ജീവിതം കൊണ്ട് തെളിയിക്ക. ഒരു മാസക്കാലം അള്ളയാണ് വലുത്, അതിനപ്പുറത്ത് എനിക്ക് ഒരു വലുതുമില്ല, ഒന്നുമില്ല അതിനപ്പുറത്ത് എന്ന്. ഉറക്കമില്ല, ഭക്ഷണമില്ല, സമ്പത്തില്ല, എന്റെ ദേഷ്യങ്ങളോ എന്റെ വികാരങ്ങളോ ഇല്ല, എല്ലാം അള്ളാഹു പറഞ്ഞെടുത്ത് ഞാൻ നിർത്തും. ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും, മനസ്സ് ആഗ്രഹിക്കുന്നിടത്തിന് ശരീരത്തെ നിർത്താൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് ഒരു മാസം കൊണ്ട് വിശ്വാസം തെളിയിക്കുകയാണ്. എല്ലാ സ്വച്ഛകളിലും വിളിഞ്ഞ്, അല്ലെ, പൈശാചിക ഇച്ഛകളിൽ നിന്ന് ദൈവത്തിന്റെ ഇച്ഛയിലേക്ക്, പടച്ചവന്റെ ഇച്ഛയിലേക്ക് അങ്ങനെ മാറുന്ന ആളുകൾക്കാണ് പെരുന്നാൾ. മാറ്റത്തിന്റെ നാളാണ്. ഒരു മാസം കൊണ്ട് മാറി പുതിയ ഒരാളായിട്ട് ആ മാറ്റമാണ് ആഘോഷിക്കേണ്ടത്. അവനാണ് ആഘോഷത്തിന് അർഹതയുള്ളത്. അങ്ങനെ ഒരു പെരുന്നാളാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്. അല്ലാതെ ഒരു മാറ്റവും ഇല്ലാതെ കുറെ പൈസ ചെലവാക്കി വില കൂടിയ ഡ്രസ്സ് എടുത്ത് കുളിച്ചതിട്ടത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല, ഉള്ളിൽ നാറ്റം ഉണ്ടാവുള്ളൂ. നാറുന്ന
ആത്മാവിന്റെ മുകളിൽ ഏത് സോപ്പ് തേച്ചു കുളിച്ച് എത്ര വില കൂടിയ ഡ്രസ്സ് കൊണ്ട് പൊതിഞ്ഞാലും അള്ളാഹുന്റെ മലക്കൾ അടുക്കാതെ ദൂരെ മാറി നിൽക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ മാറിയ വിശുദ്ധമായ സുഗന്ധമുള്ള ഒരു ആത്മാവായി ഒരു മനുഷ്യനായി റമദാൻ കൊണ്ട് നമുക്ക് മാറാൻ കഴിയണം. അതാണ് സ്വഹാബത്തുൽ കിറാമിന്റെ നിശ്ചയം. അതുകൊണ്ടാണ് നാം അനുഭവിക്കുന്ന സുഖങ്ങളോ ആഡംബരങ്ങളോ ഒന്നും കണ്ടിട്ട് പോലുമില്ലാത്ത ആ സ്വഹാബ കിറാമിനെ പോലെ ആകണമെന്ന് നാം ആഗ്രഹിക്കുന്നത്, റളിയല്ലാഹു അൻഹും എന്ന് അവരെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് ഈ റമദാൻ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി? നാളെ പരലോകത്തെ റമദാൻ നോറ്റവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ റസൂൽ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കുകളായി, കുല്ലു ഹസനത്തിൻ യഅമലുഹു ഇബ്നു ആദമ 10 ഹസനാത്തിൻ, എല്ലാ അമലുകൾക്കും മനുഷ്യന് 10 നന്മകൾ മിനിമം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ഇലാ സബീഅത്തിൻ ഹസനത്തിൻ, അവിടെ നിന്നോട്ട് അവന്റെ തഖ്വയ്ക്കും ആത്മാർത്ഥയ്ക്കും അനുസരിച്ചുകൊണ്ട് 700 വരെ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. യഖൂലുല്ലാഹു അസ്സ വജല്ല എന്നാണ് അല്ലാഹു പറയുന്നു, പ്രൗഢനായ നാഥൻ പറയുന്നു, എന്നാ നോമ്പ് അങ്ങനെയല്ല, ഹുവലി, അത് എനിക്കുള്ളതാണ്, വഅന അജ്സി ബിഹി, അതിന് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. കാരണം മറ്റ് അമലുകളെ പോലെയല്ല നോമ്പ്, അത് അങ്ങേ അറ്റത്തെ സമർപ്പണമാണ്. അങ്ങേ അറ്റത്തെ സമർപ്പണമാണ് നോമ്പെന്ന് പറയുന്നത്. അത് ഓരോരുത്തരുടെയും മനസ്സിൽ എത്രമാത്രം തഖ്വയുണ്ട് എന്ന് അല്ലാഹു നന്നായി അറിയാം. അതിനനുസരിച്ചുണ്ട് 700 അല്ല, അതിനപ്പുറത്ത് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുന്നതാണ് എന്നുള്ള പറയുകയാണ്. എന്റെ ഒരു സമയത്തിന് വേണ്ടി, എനിക്ക് വേണ്ടിയിട്ട് അവൻ ഭക്ഷണം ഉപേക്ഷിച്ചു, അവൻ വെള്ളവും ഉപേക്ഷിച്ചു, അവന്റെ വികാര വിചാരങ്ങളും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിശ്ചയിച്ചതനുസരിച്ചുകൊണ്ട് അവൻ ഉപേക്ഷിച്ചു. അതുകൊണ്ടാണ് അതിന് പരിധിയില്ല എന്ന് അല്ലാഹു നിശ്ചയിച്ചതെന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ റമദാൻ മാസം ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ, പറ്റിപ്പോയ തെറ്റുകളെ കുറിച്ച് ഓർത്ത് തൗബ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ഒരു ചോദ്യമാകണം. അതെ, ഈ റമദാനിൽ നമ്മുടെ തെറ്റുകൾ ഓർത്ത് ഒരു തുള്ളി കണ്ണുനീര് നമുക്ക് റബ്ബിന്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ആരും കാണാതെ പടച്ചവനോട് കരമുയർത്തിക്കൊണ്ട് ജീവിച്ച ഇത്രയും ആയുസ്സിനിടയിൽ ചെയ്ത തെറ്റുകൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാൻ, അള്ളാഹിനോടൊന്ന് ഏറ്റുപറഞ്ഞ് കരയാൻ നമുക്ക് ഈ റമദാൻ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഓരോരുത്തരും ചോദിക്കുക. ഇല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളുണ്ട്. ഒറ്റയ്ക്കിങ്ങനെ ഇരുന്നാൽ മതി, പടച്ചവനോട് മനസ്സ് തുറന്നാൽ മതി, കണ്ണൊക്കെ തന്നെ നിറയും. അതിന് നമുക്ക് മനസ്സുണ്ടായാൽ മതി, കണ്ണ് തന്നെ നിറയും. ആത്മാർത്ഥമായ റബ്ബിന് മുമ്പിൽ കൈ ഉയർത്തിയിട്ട് കഴിഞ്ഞ തെറ്റുകൾ ഓർത്തുകൊണ്ട് പൊറുക്കാൻ അല്ലാതെ ഇല്ല എന്ന ചിന്തയിൽ അങ്ങ് പ്രാർത്ഥിച്ചാൽ കണ്ണ് നിറയും. അങ്ങനെ ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഇബാദത്തുകളെക്കാൾ ഏറ്റവും അള്ളാഹുവിന്റെ തുലാസിൽ കനം തൂങ്ങുന്നത് ആ കണ്ണുനീരാണ്. അവർ ഒട്ടകത്തിൽ സൂചിത്തുളയിലൂടെ ഒട്ടകം പ്രവേശിക്കുന്ന കാലത്തോളം അവർ നരകത്തിൽ കടക്കൂലാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർ നരകത്തിൽ പ്രവേശിക്കില്ല എന്നാണ്. എന്നാൽ തൗബ ചെയ്യാൻ, അതൊന്നും ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തിട്ടില്ല. പല ആൾക്കാർ എങ്ങനെ പറയാം, ഞാനിപ്പോ എന്ത് ചെയ്തിട്ടുണ്ട്, കാരണം തെറ്റാണെന്ന് തോന്നണ്ടേ അല്ലെ? നമ്മളോട് ആരെങ്കിലും ഒന്ന് ഇൻസൾട്ട് ചെയ്താൽ നമ്മളെ കണ്ടിട്ടൊന്ന് കാണാത്ത പോലെ ഒന്ന് പോയാൽ മതി, നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. എന്നാൽ അവൻ എന്നെ കണ്ടിട്ട് കാണാത്ത പോലെ പോയി അല്ലെ? എത്ര പ്രാവശ്യം പടച്ചവൻ പറഞ്ഞ കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതെ അനുസരിക്കാതെ ഇരുന്നിട്ടുണ്ട്. അള്ളാണ് എത്ര തവണ ഓരോ ദിവസവും അവഗണിച്ച് നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് കേട്ടിട്ട് മറുപടി പറയാതെ, പള്ളിയിലേക്ക് സമയത്തിന് പോകാതെ, അള്ളാഹ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാതെ എത്ര തവണ ഓരോ ദിവസവും പടച്ചവൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുന് എത്രമാത്രം വെറുപ്പുണ്ടാവും. എന്നിട്ടും ആ റബ്ബ് നിനക്ക് വേണ്ടതെല്ലാം നിനക്ക് അള്ളാഹു വാരിക്കോരി തരുന്നു. കരുണാമയനാഥൻ. അതൊന്ന് മാത്രം പോലെ തൗബ ചെയ്യാൻ. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്നു. അത് മനസ്സിലോർത്തുകൊണ്ട് പടച്ചവനോട് കരഞ്ഞാൽ, അല്ലെങ്കിൽ
ഏതൊരാൾ തൗബ ചെയ്യുന്നില്ലയോ അവർ തന്നെയാണ് മഹാ അക്രമികളായ ആളുകൾ. അവർ അക്രമികൾ തന്നെയാണ് എന്ന് വെച്ചാ ചെയ്ത തെറ്റിൽ കുറ്റബോധമില്ല, ഞാൻ ചെയ്ത് ശരിയല്ല, അതൊന്നും കുഴപ്പമില്ല. ആ ധിക്കാരത്തിന്റെ മനസ്സാണ് തൗബ ചെയ്യാൻ തോന്നാതിരിക്കുന്നത്. അതുകൊണ്ട് നിഷ്കളങ്കമായ കുല്ലുബിന് ആദമിന്റെ മക്കളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. എന്നാൽ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല ആളുകള് തൗബ ചെയ്യുന്നവരാണ്. തെറ്റ് പറ്റാത്ത ഒരാളുണ്ടാവില്ല, അല്ലെ? എല്ലാ മൗലവിക്കും ആചാര്യർക്കും അവർക്കും സാധാരണക്കാർക്ക് എല്ലാവർക്കും തെറ്റ് പറ്റും. പക്ഷെ ഓരോരുത്തരുടെയും അറിവിനും തത്വമനുസരിച്ച് ഒരു ചെറുപ്പ വലിപ്പ വ്യത്യാസം ഉണ്ടാവുന്ന മാത്രമേ ഉള്ളൂ. തെറ്റുകൾ എല്ലാവർക്കും സംഭവിക്കും. അതുകൊണ്ട് തൗബ ചെയ്യണം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 100 പ്രാവശ്യം തൗബ ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ റമദാൻ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമദാൻ നോമ്പെടുത്ത നോമ്പുകാരന് വേണ്ടി പരലോകത്ത് പ്രത്യേകമായൊരു ഡ്രിങ്ക് അല്ലാഹു ഒരുക്കി വെക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മൻ ദഖല ഫീഹി, ആ സ്വർഗ്ഗത്തിൽ ആരെ പ്രവേശിച്ചുവോ, ശരിബ, അവൻ കുടിക്കുമതിൽ, അവൻ ശരിബലം അബദാ, ആ സ്വർഗ്ഗത്തിൽ നിന്ന് കുടിപ്പിക്കപ്പെട്ടവരാരോ അവർക്ക് പിന്നീട് ഒരിക്കലും ദാഹമുണ്ടാവില്ല. നോമ്പുകാരന് അങ്ങനത്തെ ഒരു പാനീയം അള്ളാഹു കുടിപ്പിക്കും എന്ന്, ഈ ദാഹം സഹിച്ചതിന്, ഈ പൊരിയുന്ന വെയിലിൽ ദാഹം സഹിച്ചുകൊണ്ട് നോമ്പെടുത്തവന് നാളെ സ്വർഗത്തിൽ ഒരിക്കലും പിന്നീട് ദാഹിക്കാത്ത ആ ഒരു പാനീയം അവർക്ക് അള്ളാഹു കുടിപ്പിക്കും എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം നമ്മെ വിട്ടുകൊണ്ട് എല്ലാവരും സ്വന്തം കാര്യം നോക്കിക്കൊണ്ട് പോകുന്ന സന്ദർഭത്തിൽ, പ്രിയമുള്ളവരെ, അപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കാൻ അള്ളാഹുവിന്റെ അടുക്കൽ നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ റമദാൻ നോമ്പ് വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. നാളെ അന്ത്യദിനത്തിൽ ഖുർആനും റമദാനും അഥവാ നോമ്പും മനുഷ്യന് വേണ്ടി, അള്ളാഹുവിന്റെ അടിമയ്ക്ക് വേണ്ടി ശുപാർശ ചെയ്യും. യഖൂലു സിയാമു, നോമ്പ് പറയും, അള്ളാഹുവേ, ഞാൻ അവനിലേക്ക് കടന്നു ചെന്നപ്പോ പകലിൽ അവന്റെ ഭക്ഷണത്തെയും അവന്റെ വിചാരങ്ങളെയും ഞാൻ തടഞ്ഞു വെച്ചു. അതുകൊണ്ട് എന്റെ ശുപാർശ അവന് വേണ്ടി സ്വീകരിക്കണേ. ഖുർആൻ പറയും, രാത്രിയിൽ ക്ഷീണത്തോടെ കിടന്നുറങ്ങേണ്ട അവന്റെ ഉറക്കം ഞാൻ കളഞ്ഞു, അവൻ എന്നെ എടുത്ത് പാരായണം ചെയ്തു പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അവന് വേണ്ടി എന്റെ ശുപാർശ സ്വീകരിക്കണേ എന്ന്. അപ്പോൾ അല്ലാഹു അവൻ രണ്ടാമതെയും ശുപാർശ സ്വീകരിക്കും. അപ്പോ നാളെ പരലോകത്ത് നമ്മുടെ യഥാർത്ഥ ജീവിതത്തിൽ നമുക്കുള്ള അറ്റമില്ലാത്ത അനന്തമായ ആ ലോകത്ത് നമുക്ക് വേണ്ടി വാദിക്കാൻ പറയാൻ റമദാനും ഖുർആനും വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, നോമ്പെടുത്തവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്താണ്? ഒരാളെ കാണാൻ പറ്റും പരലോകത്ത്. ഇവിടൊക്കെ കുട്ടികള് മെസ്സി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ വന്നിട്ടൊന്നുമില്ല, വരുന്ന കാര്യം ഓർപ്പില്ല. വരുന്ന കേട്ടപ്പോ തന്നെ എന്തായി? കുപ്പായൊക്കെ മാറ്റി പിന്നെ വെറും ടീഷർട്ടായി. മെസ്സിന്റെ 10ാം നമ്പർ എല്ലാവരും, അല്ലെ? പിന്നെന്തായി? വീടിന്റെ പെയിന്റ് വരെ ചില ആൾക്കാർ മാറ്റി. അങ്ങനെ എല്ലാം അതിന് മാറ്റി. എന്നിട്ട് ഇങ്ങനെ കാത്തിരിക്ക കൊതിയോടെ. എന്താണ് ഈ മെസ്സി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? ഈ മെസ്സി എന്താണ്? ഒരു നേരത്തെ ഭക്ഷണം തന്നിക്കണോ? ഒരു ഗ്ലാസ് വെള്ളം തന്നിക്കണോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നയാ പൈസ ഉപകാരം ചെയ്തിട്ടുണ്ടോ? വെറും ഒരു കായിക താല്പര്യത്തിന്റെ പേരിൽ, അയാളുടെ പേരിൽ എത്ര ലക്ഷങ്ങളാണ് വേൾഡ് കപ്പൊക്കെ വരുമ്പോ മുസ്ലിം ചെറുപ്പക്കാരും കുടിക്കുന്നത്, അല്ലെ? സ്വന്തം കുടുംബത്തിന് ഫീസ് കെട്ടാൻ കഴിയാതെ, ചികിത്സിക്കാൻ കഴിയാതെ, വീടൊന്ന് പെയിന്റ് അടിക്കാൻ കഴിയാതെ, ഭക്ഷണത്തിന് വകയില എത്ര ആളുകൾ സമൂഹത്തിൽ ഉണ്ടാകുമ്പോ എതിർന്ന് ലക്ഷങ്ങൾ കുടിച്ചുകൊണ്ട് മാമാങ്കങ്ങൾ. എന്തിനു വേണ്ടി? ഒരു സ്നേഹത്തിന് വേണ്ടി. പ്രിയമുള്ളവരെ, നമുക്കെല്ലാം നൽകിയ മാതാപിതാക്കളെ, നമ്മുടെ പഠനം എത്ര നല്ല റോഡാണ്, അല്ലെ? റബ്ബറൈസർ റോഡ്, എന്ത് സുഖമുള്ള റോഡുകൾ, വാഹനങ്ങൾ, വിധം ഇതൊക്കെ നൽകുന്നതാരാ?
ഇതെല്ലാം മനുഷ്യന്റെ മൂളയിൽ ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടെത്താനുള്ള എവിടെ നടത്തുന്നതൊക്കെ ചെയ്യുന്നത്? ആരെങ്കിലും ഇത് ഉണ്ടാക്കണ്ടോ? അള്ളാഹ് സൃഷ്ടിച്ച ഭൂമി എന്നെല്ലാം എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഈ എല്ലാം നൽകിയ നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ആ റബ്ബ് അവൻ നിങ്ങളെ കാണാൻ വരും. ആരെ കാണും? ഏത് പോച്ചറായാലും കാണുന്നില്ല. കാണുന്ന ആരെയാ? നോമ്പെടുത്ത ആളുകളെ. എങ്ങനെ നോമ്പെടുത്തവരെ? പടച്ച റബ്ബിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹത്തോടെ, വിശ്വാസത്തോടെ, നരകത്തോടുള്ള ഭയത്തോടെ, സ്വർഗത്തോടുള്ള ആശയോടെ, അള്ളാഹുവിനെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായി നോമ്പെടുത്തവരായോ? കഴിഞ്ഞ 5 വർഷം മുമ്പ് സൗദി മുത്തവ ഹറമിന്റെ ഇമാമ് ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസിക്ക് ഒരു മെയിൽ വന്നതാ. എന്താ മെയിൽ അറിയോ? ഷെയ്ഖ്, അത്താഴം കഴിക്കാനൊന്നും കിട്ടാറില്ല. നോമ്പ് തുറക്കുമ്പോ കിട്ടുന്ന ഈത്തപ്പഴമോ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. അങ്ങനെ നോമ്പ് എടുക്കുന്നത്. നോമ്പ് ശരിയാവോ? അത്താഴം കഴിക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്? ഒന്നും ഉണ്ടാവാറില്ല അത്താഴത്തിന്. അത് വായിച്ച മനുഷ്യനെ കുറെ കരഞ്ഞു, ലോകത്തിനോട് പറഞ്ഞു, ലോകമേ, നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ സഹോദരനാണെന്ന്. അതാണ് എണ്ണമറ്റ വിഭവങ്ങളുമായി തിന്ന് അവസാനം സുബഹി നിസ്കരിക്കാൻ പോലും കഴിയാതെ കുത്തിമറിയുന്ന സമൂഹമേ, ലോകത്തിന്റെ മുക്കുമൂലകൾ ഭക്ഷണം പോലും ഇല്ലാതെ, കുടിക്കാൻ നല്ല വെള്ളമില്ലാതെ, അങ്ങനെ പലസ്തീനിലെ മക്കളും അതുപോലെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളും ആഫ്രിക്കയിലെ മുസ്ലിങ്ങളും പ്രയാസപ്പെടുമ്പോ അവരുടെ നോമ്പാണ് ഈമാൻ ഇഹ്തിസാബ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പട്ടിണി കിടക്കണം എന്നല്ല. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ കഴിക്കുമ്പോഴേ ആത്മാർത്ഥമായി ഒന്ന് കരയാൻ, ആത്മാർത്ഥമായി ഇബാദത്ത് ചെയ്യാൻ. ഈ വെള്ളിയാഴ്ച പോലും പഞ്ചസാര കൂടിയിൽ തേനൊഴിച്ചതുപോലെ മധുരത്തിന്റെ മേൽ മധുരം, നന്മയുടെ മേൽ നന്മ മൂടിത്തന്നിരിക്കുന്ന ഈ വെള്ളിയാഴ്ച പോലും ഇമാമ് മെമ്പറിൽ കയറുന്നതിന് മുമ്പ് നമുക്കൊന്ന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നന്ദി കെട്ട സമൂഹമേ, അള്ളാന്റെ സ്വർഗത്തിൽ എങ്ങനെ എത്തും? എങ്ങനെ റബ്ബിനെ കാണാൻ കഴിയും? എങ്ങനെ റബ്ബ് നമ്മളെ സ്വീകരിക്കും? അള്ളാഹു തന്ന ആയുസ് പറയാ, അതുണ്ട്. എന്തുണ്ടെങ്കിലും എന്താ? മരിക്കണ്ടേ? സ്വർഗം വേണ്ടേ? 1 മാസമല്ലേ? 11 മാസം നിങ്ങളെ ഇഷ്ടപ്രകാരം നിങ്ങൾ ചെയ്യണില്ലേ? 1 മാസമെങ്കിലും ഒന്ന് നന്നാവാൻ, ഒന്ന് ഒതുങ്ങാൻ, ഒന്ന് ശരിയാവാൻ നമുക്ക് കഴിയില്ലെങ്കിൽ എന്ത് ആത്മാർത്ഥതയാ ഉള്ളത് പടച്ചവനോട്? അതുകൊണ്ട് ആത്മാർത്ഥമായി റബ്ബിനെ സ്നേഹിച്ച ആളുകള് ആ റബ്ബ് വരുന്നൊരു നിമിഷമുണ്ട്. ആ റബ്ബിനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കരയുകയാണ്, പടച്ചവനോട് ചോദിക്കുകയാണ്, റബ്ബേ ഒന്ന് നമസ്കരിക്കട്ടെ, 2 റക്അത്ത് അല്ലെങ്കിൽ 1 റക്അത്ത്. പടച്ചവനോട് ഇങ്ങനെ കെഞ്ചുകയാണ്, ഞങ്ങളൊന്ന് നിസ്കരിക്കട്ടെ റബ്ബേ, അള്ളാഹുവിനൊന്ന് പ്രണാമമർപ്പിക്കാൻ ഒരു സുജൂദെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് യാചിക്കുമ്പോ അതിനുള്ള അവസരം നിങ്ങൾക്ക് ദുനിയാവിൽ തന്നു. ഇനി പ്രതിഫലമാണെന്ന് മറുപടി പറയുന്ന ആ റബ്ബ് കരുണാമയനായ നാഥൻ ഒരു പിതാവ് തന്റെ കുട്ടിയെ കൊഞ്ചുന്നത് പോലെ ഓരോ മുഅ്മിനിന്റെ അടുത്തും വന്നുകൊണ്ട് സ്നേഹത്തോടെ അവന്റെ പേര് വിളിച്ച് അവന്റെ വിശേഷങ്ങൾ ചോദിക്കുന്ന അള്ളാഹുവാണ് സ്വർഗത്തിൽ കരുണാമയനായ നാഥൻ. ആ അള്ളാഹ് ആരാ? അള്ളാഹ് അംബാനിയല്ല, അദാനിയല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ ലോകത്ത് കാണുന്ന ബിൽഗേറ്റ്സുകളുടെ സമ്പന്നന്മാരല്ല. ഈ ലോകത്തിന്റെ മുഴുവൻ, അതായത് ഈ പ്രപഞ്ചത്തിൽ ഭൂമി എന്ന് പറയുന്ന നാം അധിവസിക്കുന്ന ഈ കോണത്തിന് ഒരു സൂചി കൊണ്ട് കുത്താനുള്ള വലിപ്പം പോലും ഇല്ല. ഈ പ്രപഞ്ചത്തിൽ ഭൂമിയേക്കാൾ 15 അതിലധികമോ ലക്ഷം ഇരട്ടി വലുപ്പമുള്ള സൂര്യനും ആ സൂര്യനേക്കാൾ അതിന്റെ 2 3 ഇരട്ടി വലുപ്പമുള്ള കുഞ്ഞു നക്ഷത്രങ്ങളും, അങ്ങനെ അതിനു ചുറ്റുമുള്ള ബുധനെ പോലെ, ശനിയെ പോലെ, ശുക്രനെ പോലെയുള്ള ധാരാളം ഗ്രഹങ്ങളും അടങ്ങിയ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹ്, അതാണ് അല്ലാഹ്. അവനാണ് അല്ലാഹു. അവനാണ് എന്തെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനുമായ അല്ലാഹു, അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല. ആ റബ്ബാണ് നമ്മളെ കാണുന്നത്. ആ റബ്ബ്, ആ ഭാഗ്യം കിട്ടാൻ ആർക്കാന്നറിയോ? നോമ്പെടുത്ത ആളുകൾക്ക് മാത്രം, അല്ലാത്തവർക്ക് കിട്ടൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ സ്നേഹത്തോടെ ഭക്തിയോടെ നോമ്പെടുത്തോ.
അതുപോലെ തന്നെ ഒരുപാട് അനുഗ്രഹങ്ങൾ നോമ്പുകാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അള്ളാഹു എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു കണ്ണും കാതും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിനും സ്വപ്നം കാണാൻ കഴിയാത്ത അനുഗ്രഹങ്ങളാണ് അള്ളാഹു സ്വർഗ്ഗത്തിൽ വെച്ചിട്ടുള്ളത്. എന്നാൽ റമദാൻ വന്നിട്ടും വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താതെ, പാപങ്ങൾ പൊറുക്കാതെ, ആരെങ്കിലും റമദാൻ മാസം വന്നിട്ട് ഉപയോഗപ്പെടുത്താതെ, പാപം പൊറുക്കാതെ നമ്മളോ അല്ലെങ്കിൽ റമദാനോ നമ്മിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവനെ നാശം അള്ളാഹു നശിപ്പിക്കട്ടെ, അവനെ നരകത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്ന് ജിബ്രീൽ ഇസ്ലാം പ്രാർത്ഥിക്കുകയുണ്ടായി എന്നാണ്. ആ ശാപത്തിൽ ഉൾപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله كثيرا طيبا مباركا فيه ربنا غير الله وصلى الله وسلم على نبينا محمد وآله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു യഥാർത്ഥ രൂപത്തിൽ ഭയപ്പെട്ട് പരിപൂർണ മുസ്ലിമായതുകൊണ്ട് മാത്രം ഈ ലോകത്തിന് വിടകൊള്ളണേ എന്ന് സ്വന്തത്തോടുന്നത് പോലെ കണ്ടു വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു തുണയ്ക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയുണ്ടായി, മല്ലം യദഅ ഖൗല സൂദി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. നിങ്ങളുടെ വാക്കുകൾ അള്ളാഹു വെറുക്കുന്ന മോശമായ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പട്ടിണി കിടക്കണമെന്നോ ദാഹം സഹിക്കണമെന്നോ അള്ളാഹുവിന് യാതൊരു താല്പര്യവുമില്ല. നിങ്ങൾ നോമ്പെടുക്കണ്ട എന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മൾ നന്നാവുക, നമ്മുടെ സ്വഭാവം നന്നാക്കുക, ഇനിയുള്ള ദിവസങ്ങളിൽ ഉപയോഗപ്പെടുത്തുക. തെറ്റുകൾ ചെയ്ത ആളുകൾ തിന്മകളോ അക്രമങ്ങളോ പ്രവർത്തിച്ച ആളുകളുണ്ടെങ്കിൽ അള്ളാഹ് നിങ്ങൾ ഓർത്തോ, അവൻ കരുണാമയനാണ്. പാപങ്ങൾക്ക് അവനോട് പശ്ചാത്തപിച്ചു. നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരാൻ അള്ളാഹ് അല്ലാതെ ആരാണുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്വഹാബത്തുൽ കിറാം റമദാൻ കഴിയാറായാൽ കരയുമെന്നാണ്. അപ്പോൾ അള്ളാഹ് പറയുന്നു, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അള്ളാഹിനെ കണ്ടുമുട്ടാൻ അവർ ഭയപ്പെടുകയും ഹൃദയം വിറയ്ക്കുകയും ചെയ്യുമെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലയോ നബിയേ, ഹുമുല്ലദീന യശ്റബൂനൽ ഖംറ വയസ്റഖൂൻ. അവർ കള്ളുകുടിയന്മാരോ അല്ലെങ്കിൽ കള്ളന്മാരോ ആണോ നബിയെ? എന്തിനാ അള്ളാഹിനെ കാണാൻ പേടിക്കുന്നത്? അവിടെ നിന്ന് പറഞ്ഞു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖുൽ അക്ബറിന്റെ മോളെ, അങ്ങനെയല്ല. വലാകിന്നഹും അല്ലദീന യസൂമൂന വയസ്വല്ലൂന വയതസദ്ദഖൂൻ. അവർ നിസ്കരിച്ചവരും നോമ്പെടുത്തവരും സദഖ കൊടുത്തവരുമാണ്. വഹും യഖാഫൂന അല്ലാ യഖ്ബല മിൻഹും. അതൊക്കെ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ സ്വീകരിക്കുമോ എന്ന ഭയമാണ് അവർക്കുള്ളത്. സ്വഹാബത്തിന് അങ്ങനെയാണ്. പഠിച്ചവരൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത് സ്വീകരിക്കോ, പഠിച്ചവനെ കൂലി കിട്ടോ, സ്വർഗം കിട്ടോ എന്ന് പേടിച്ച് കരയുന്നവരാണ് എന്ന്. അങ്ങനെയാവണം ഒരു മുഅ്മിനിന്റെ. ഞാനൊക്കെ ചെയ്തു, ഇനി ഞാൻ സ്വർഗത്ത് പോകും എന്ന ആശ്വാസത്തിലിരുന്നാൽ നമുക്ക് നന്മകൾ വർദ്ധിപ്പിക്കാൻ കഴിയില്ല. ആ ഒരു മനസ്സോടെ കൂടുതൽ ചെയ്യാൻ റമദാൻ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈദ്ഗാഹ് സാധാരണ പോലെ അതേ സ്ഥലത്ത് രാവിലെ 7:30 മണിക്ക് നടക്കും. എല്ലാവരും ഒളൂ ചെയ്ത് മുസല്ലയോടുകൂടി തക്ബീറോടുകൂടി ഈദ്ഗാഹിലേക്ക് വരിക. അതേപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചുകൊണ്ട്, ഈത്തപ്പഴമെങ്കിലും ചെറുതായി എന്തെങ്കിലും കഴിച്ചിട്ടാണ് ഈദ്ഗാഹിലേക്ക് വേണ്ട സുന്നത്താണ്. പോകുമ്പോൾ മറ്റൊരു വഴിയിലൂടെ പോവുക. അതുപോലെ നമസ്കാരങ്ങളിൽ സദഖ കൊടുക്കുക. അതുപോലെ ഫിത്ർ സക്കാത്ത് നമസ്കാരത്തിന് മുന്നേ തന്നെ കൊടുക്കണം. എന്നാലേ ഫിത്ർ സക്കാത്ത് ആവും. 160 രൂപയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത്. അത് കഴിയുന്ന താല്പര്യമുള്ള എല്ലാവരും അതുകൊണ്ട് ഏൽപ്പിക്കുക. സ്വഹാബത്തുൽ കിറാം പെരുന്നാളിന്റെ 1-2 ദിവസം മുമ്പ് തന്നെ ഫിത്ർ സക്കാത്ത് ഏൽപ്പിച്ചിരുന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസുണ്ട്. ചില ആളുകളൊക്കെ പറയും നേരത്തെ കൊടുത്താൽ ശരിയാവൂല. അങ്ങനെ പേടിക്കണ്ട. അത് ഇല്ലാത്ത ആളുകൾ നിസ്കാരത്തിന് മുന്നെങ്കിലും കൊടുക്കണമെന്ന്, ഉള്ളവർക്ക് 1-2 ദിവസം മുമ്പ് തന്നെ ശരിയായ രൂപത്തിൽ വിതരണം ചെയ്യാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു സ്വഹാബത്തും താബിഈകളും ഏൽപ്പിച്ചിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത് സലഫുകളുടെ മാർഗമാണ്, തെറ്റല്ല. അങ്ങനെ ഏൽപ്പിക്കാം.
അങ്ങനെ ഫിത്ർ സക്കാത്ത് നമ്മുടെ നോമ്പിൽ വന്ന മറവികളോ നമ്മുടെ അറിയാതെ വന്ന വീഴ്ചകളോ ഒക്കെ അള്ളാഹു പുറത്തു തരാനുള്ള ഉപാധിയാണ് ഫിത്ർ സക്കാത്ത്. എല്ലാവരും കൊടുക്കണം. ഇപ്പോൾ ജനിച്ച കുട്ടിക്കടക്കം കൊടുക്കണം. കൊടുക്കേണ്ടത് 2 കിലോനും ഒരല്പവും എന്നാണ്. ഒരു സായ എന്ന് പറഞ്ഞാൽ 2 കിലോനും കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോ അത് നിങ്ങൾ 2.25 കിലോനായിട്ട് പൈസ കണക്കാക്കി കൊടുക്കാം. അതാണ് ഇവിടെ 160 രൂപ നിശ്ചയിച്ചിട്ടുള്ളത്. പിന്നെ വിതരണം ചെയ്യുമ്പോൾ അത് ഓരോ വീട്ടിലെ മെമ്പേഴ്സിന് 2 കിലോനോ 3 കിലോനോ ഒക്കെ കൊടുക്കാം വിതരണം ചെയ്യുമ്പോൾ. പക്ഷെ നമ്മൾ കണക്കാക്കി കൊടുക്കുമ്പോൾ ആ ഒരു സാഹ കണക്കാക്കിയിട്ട് അതിന് പൈസ ഏൽപ്പിക്കുക. വിതരണം ചെയ്യുന്നവർ ആളുകൾ കൂടുതലെടുത്ത് കൂടുതൽ കൊടുക്കും, കുറച്ചുള്ളടത്ത് കുറച്ചു കൊടുക്കും, അത് വിഷയമല്ല. അതുകൊണ്ട് എല്ലാവരും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. പണക്കാർക്കല്ല, എല്ലാവർക്കും. അന്നത്തെ ദിവസം ചെലവിനുള്ള പെരുന്നാളിനുള്ള ഭക്ഷണത്തിന് കഴിച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അവർ കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ്. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കുക. ഈദ്ഗാഹിലേക്ക് നേരത്തെ എത്തുക, അള്ളാഹുവോട് പ്രാർത്ഥിക്കുക. ഇന്നത്തെ നമ്മുടെ കളക്ഷൻ മദീനത്തുൽ അറബി കോളേജ് പുളിക്കൽ, കേരളത്തിലെ ആദ്യത്തെ വനിതാ കോളേജ്, അതുപോലെ യതീംഖാനയൊക്കെയാണ്. ധാരാളം നൂറുകണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. നമ്മളൊക്കെ കൊടുക്കുന്ന സദഖയും സകാത്തും മാത്രമാണ് വരുമാനം. അവിടെ നിന്ന് പണ്ഡിതന്മാർ ലോകത്തിന്റെ മുക്കുമൂലകൾ അള്ളാഹു ദീനിന്റെ ദഅവത്ത് നിർവഹിക്കുന്നവരാണ്. അത്രയും നല്ല സ്ഥാപനമാണ്. അതുകൊണ്ട് കൊടുക്കുന്നത് ഇഹത്തിലും പരത്തിലും ഉപകാരമാവും. പരമാവധി കഴിയുന്ന സഹായം ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ നാഥ, ഈ റമദാൻ ഞങ്ങളോട് വിട പറയാനിരിക്കുമ്പോൾ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കുകയും ഞങ്ങൾക്ക് നീ വാഗ്ദാനം ചെയ്ത ആ റയ്യാൻ കവാടത്തിലൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ തൗഫീഖ് നൽകുകയും ചെയ്യണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ രാജ്യങ്ങളിലുള്ള പരീക്ഷണങ്ങൾ അതിന്റെ ഹക്തപ്രകാരം അതിന്റെ സത്യത്തെയും നന്മയെയും നീ എളുപ്പമാക്കണേ റഹ്മാനെ. അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാതെ കാര്യങ്ങൾ നീ സുഖമാക്കി കൊടുക്കണേ റഹ്മാനെ. രോഗികളിൽ അള്ളാഹുവേ ഈ വിശുദ്ധ റമദാനിൽ നോമ്പെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർക്കും ആ റമദാന്റെ പുണ്യം നീ നൽകണേ റഹ്മാനെ. റമദാൻ ഞങ്ങൾ വിട പറഞ്ഞ് ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹുവേ അവരൊക്കെ ഖബറുകളിലാണ് നാഥ. നിനക്കറിയാം, അവർക്ക് പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവർക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം റഹ്മാനെ. നാളെ സ്വർഗത്തിൽ കണ്ടുമുട്ടാൻ നീ തൗഫീഖ് നൽകണേ നാഥ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ولا تشفي حلقنا بالنار ولا تجعلنا من حطب النار، فإنها بئس الدار وبئس المصير وبئس القرار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وصلى الله وسلم على محمد وعلى آله والحمد لله رب العالمين.